കട്ട് ചെയ്യുന്നതിന് മുമ്പേ കണ്ട ഒരാളുടെ കൂടെ പോയി കട്ട് ചെയ്യേണ്ടായിരുന്നു തോന്നി. അവരവരുടെ ഇഷ്ടമല്ലേ, എനിക്കിഷ്ടമായി. എൻ്റെ മനസ്സിലെ എനിക്ക് പൃഥ്വിരാജിനെ മോഹൻലാലിനെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. എല്ലാ ജനറേലും മൂവീസും വരണം. കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് പൊളിറ്റിക്സ് ഇപ്പോൾ എല്ലാവരും നടക്കണത് അറിയുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്താലും കട്ടിയില്ലെങ്കിലും ആൾക്കാർ അറിയേണ്ടത് അറിയുമല്ലോ. ആപ്പാടെ തന്നെ അത്യാവശ്യം വയലൻസ് ഉണ്ട്. എന്താണ് കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കട്ട് ചെയ്തില്ലായിരുന്നേ കട്ട് ചെയ്യേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കട്ട് ചെയ്ത് നമുക്കറിയില്ലല്ലോ, ഏതാ കട്ട് ചെയ്തതെന്ന് അറിയില്ലല്ലോ. ഭംഗിയായിട്ടുണ്ട്, നല്ല അഭിനയം. നൈസ് മൂവി ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല. കട്ട് ചെയ്തതിന് ശേഷം എനിക്കത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ കണ്ട ഒരാളുടെ കൂടെ പോയി അപ്പോൾ കട്ട് ചെയ്യേണ്ടായിരുന്നു തോന്നി. എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ലാലേട്ടൻ നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്. കട്ട് ചെയ്ത വേർഷൻ നല്ലത് തന്നെ, കുഴപ്പമില്ല. കട്ട് ചെയ്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ വേറെ സിനിമയ്ക്ക് നല്ല ഒഴുക്കൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാനായിട്ട്. കട്ട് ചെയ്ത പക്ഷേ എൻ്റെ സീൻസ് ഫ്രണ്ട്സ് പറഞ്ഞ് അറിഞ്ഞതേ ഉള്ളൂ, കട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ആവശ്യകതയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത്. ആപ്പാടെ തന്നെ അത്യാവശ്യം വയലൻസ് ഉണ്ട്. എന്താണ് കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കട്ട് ചെയ്തില്ലായിരുന്നേ കട്ട് ചെയ്യേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല സ്റ്റോറി ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ ഫൈറ്റിംഗ് സീൻസ് ആയിരുന്നു. നെഗറ്റീവിന് മാത്രമേ ഫസ്റ്റ് ഹാഫ് കുറച്ചിലാകാം, അത്രേ ഉള്ളൂ. സെയിം കാര്യം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് പൊളിറ്റിക്സ് ഇപ്പോൾ എല്ലാവരും നടക്കണത് അറിയുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്താലും കട്ടിയില്ലെങ്കിലും ആൾക്കാർ അറിയേണ്ടത് അറിയുമല്ലോ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല കിടിലുമായിട്ടുണ്ട്. അവരെ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, നല്ലതായിരുന്നു. അവർ അവസാനത്തെ ഫൈറ്റ് സീൻ നല്ലതായിരുന്നു കേട്ടോ. ഒരുമിച്ചുള്ള പ്രോബ്ലം ഇല്ല, കൊള്ളാം. ചെറുതായിട്ടൊക്കെ സൂപ്പർ. മോഹൻലാലിനെ പൃഥ്വിരാജിനെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് സൂപ്പർ. മൊത്തത്തിൽ കൊള്ളാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലപോലെ സൂപ്പറായിരുന്നു. നെഗറ്റീവ് ഒന്നുമില്ല അങ്ങനെ. പിന്നെ പറയത്തക്ക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പം നമ്മളങ്ങനെ പറഞ്ഞില്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കംപ്ലീറ്റ് ആയിട്ട്. നെഗറ്റീവ് ഒന്നുമില്ല, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇത്. അവരവരുടെ ഇഷ്ടമല്ലേ, എനിക്കിഷ്ടമായി. എൻ്റെ മനസ്സിലെ എനിക്ക് പൃഥ്വിരാജിനെ മോഹൻലാലിനെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സിനിമയല്ലേ, അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. അത് അവരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടം. ഞങ്ങൾക്ക് ഇഷ്ടമായി. നമ്മൾ മൂവി ആയിട്ട് കാണുന്നു, ആ സെൻസിലെടുക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. മറ്റുള്ളവർ ആരും നമ്മളല്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. എല്ലാ ജനറേലും മൂവീസും വരണം, എങ്കിലേ ഒരു മൂവി ആവും. അവരുടെ ജോലിയല്ലേ, അതങ്ങനെ കാണണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജോലി. അതുപോലെ അവരുടെ ജോലി ചെയ്യുന്നു, അതൊരു സിനിമയായിട്ട് പുറത്ത് വരുന്നു. നമുക്കിഷ്ടമുള്ളവർ കാണുന്നു, അത്ര തന്നെ.